ഈ കേരളത്തിന് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കേരളത്തെ മാറ്റി നിർത്തുന്നു, കേരളം രാജ്യത്തിൻ്റെ ഭാഗമല്ല എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം സംഘപരിവാർ അല്ലെങ്കിൽ BJP നടത്തുന്നുവെന്നാണ് ഒരാക്ഷേപം. അതായത് അത് വെച്ചിട്ടാണ് കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള. അപ്പോൾ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങളും മാറ്റിവെച്ച് അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? 100% അവാസ്തവമായിട്ടുള്ളൊരു ആരോപണമാണിത്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഈ GDP കോമ്പൻസേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, അലോട്ട്മെൻറ്റുകളുടെ കാര്യം നോക്കിയാലും, പദ്ധതികളുടെ പോളിസികളുടെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കിയാലും ഒക്കെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ പരിഗണിച്ചതുപോലെ ഒരു സർക്കാരും ചരിത്രത്തിൽ കേരളത്തെ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഏറ്റവും അവസാനം പറഞ്ഞ ഉദാഹരണം മാത്രം എടുക്കാം. വയനാടിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ഒന്നും തന്നില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ വാദം ഹൈക്കോടതിയിൽ തന്നെ പൊളിഞ്ഞു പോയിട്ടുള്ളതാണ്. കേരള സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വയനാട് ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ധനസഹായം അനുവദിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിലെന്താണ് ചെയ്യുക? ആദ്യഘട്ടത്തിലുള്ള എല്ലാ ദുരിതാശ്വാസങ്ങളും ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്നാണ്, SDRF-ൽ നിന്നാണ്. ഈ സംസ്ഥാന ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന സംഭവം അത് സംസ്ഥാനത്തിൻ്റെ ഫണ്ടല്ല. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ 75%, സംസ്ഥാന സർക്കാർ 25% വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഫണ്ടാണ്. അതിലേക്കുള്ള സെൻട്രലിൻ്റെ കോൺട്രിബ്യൂഷൻ ഓരോ വർഷവും തുടക്കത്തിൽ തന്നെ അലോട്ട് ചെയ്യും. അപ്പോൾ ഈ വർഷത്തെ 2024-2025 കാലഘട്ടത്തിലേക്കുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്കുള്ള സെൻട്രൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 291 കോടിയാണ്. മൊത്തം 388 കോടി സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലുണ്ട്. അതിൽ 291 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്, 96 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അതിൽ തന്നെ ഈ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് ഈ വയനാട് ദുരിതം ഉണ്ടായ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ പണം മുഴുവനായിട്ട് കൊടുത്തു കഴിഞ്ഞു. അതായത് 145 കോടി രൂപ ജൂലൈ 31-ാം തീയതിയും അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് 145 കോടി രൂപ നവംബർ 1-ാം തീയതിയുമായിട്ട് 2 തവണയായിട്ട് കേന്ദ്ര സർക്കാർ ഈ പണം കൊടുത്തു. അത് മാത്രമല്ല, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റിൽ ഏതാണ്ട് 388 കോടി രൂപ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 291 കോടി, 96 കോടി, 388 കോടി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 800 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ SDRF-ൽ ഫണ്ടിൽ അൺയൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ തുക മുഴുവനായിട്ട് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും NDRF-ൽ നിന്ന് പണം റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ വയനാട് ദുരിതത്തെ തുടർന്ന്, മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തെ തുടർന്ന് CMDRF-ൽ ഏതാണ്ട് 506 കോടി രൂപ വയനാട്ടിലേക്ക് മാത്രമായിട്ട് കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 1300 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ കയ്യിലിരുന്നിട്ടാണ്, ആ പണം ചെലവാക്കാതെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടില്ല എന്നിവർ പറയുന്നത്. കേന്ദ്രം 2 തവണയായിട്ട് വയനാട് ദുരന്തത്തിന് ശേഷം മാത്രം 291 കോടി രൂപ കൊടുത്തു എന്നുള്ള കാര്യം ഇവർ പറയുന്നില്ല. പിന്നീടുള്ള എക്സ്ട്രാ അസിസ്റ്റൻസ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് പ്രകാരം തന്നെ സംസ്ഥാനം വിശദമായിട്ടുള്ള പഠനം നടത്തിയിട്ട് PDNA ഫയൽ ചെയ്യണം, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ന ദുരിതങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അതിന് ഇന്ന പരിഹാരങ്ങളാണ് ആവശ്യമാണെന്നുള്ള ഡീറ്റെയിൽഡ് മെമ്മറാണ്ടം സമർപ്പിക്കണം. അതിൽ പൈസ ആവശ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, പ്രോജക്റ്റുകൾ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ വയനാട് നമുക്ക് ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത്ര വീടുകൾ നിർമ്മിക്കണം, അല്ലെങ്കിൽ വയനാട് ഒരു ടൗൺഷിപ്പ് നഷ്ടപ്പെട്ടു പോയത് വീണ്ടും പുനർനിർമ്മിക്കാൻ ഇങ്ങനത്തെ ഒരു പദ്ധതി, വയനാട് ഇറിഗേഷന് വേണ്ടിയിട്ട് ഒരു ഇറിഗേഷൻ പദ്ധതി, വയനാട് പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ടിവിറ്റി പദ്ധതി, വയനാട് ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്ലാനും പദ്ധതി, ഇങ്ങനെ പദ്ധതികൾ സമർപ്പിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന് ഫണ്ട് റിലീസ് ചെയ്യാൻ സാധിക്കുക. അത് കൊടുക്കണമെന്നും ഡീറ്റെയിൽഡ് PDNA തരണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനം ഇത് കൊടുത്ത എപ്പോഴാണെന്നറിയോ? നവംബർ 13-ാം തീയതിയാണ്. അതായത് വയനാട്ടിലും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമാണ് ഇവരിത് കൊടുത്തത്. ഇത് കൊടുക്കാതെയാണ് ഇവർ ഇത്രയും ദിവസം വയനാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര സർക്കാർ പൈസ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 100% വ്യാജ പ്രചരണമാണ്. ഈ PDNA ഫയൽ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2000 കോടി രൂപയുടെ PDNA ആണ് അപ്പോൾ സംസ്ഥാനം കൊടുത്തിട്ടുള്ളത്. അത് പരിശോധിച്ചിട്ട് വയനാട്ടിലേക്ക് ആവശ്യമാവുന്ന ഫണ്ട് കേന്ദ്ര സർക്കാർ തരുകയും ചെയ്യും. നരേന്ദ്രമോദി നേരിട്ടിട്ട് വയനാട്ടിൽ വന്നിട്ട് പറഞ്ഞാണ്, വയനാടിൻ്റെ പുനരധിവാസത്തിന് ഫണ്ട് ഒരു തടസ്സമേ ആവില്ല, പണം ഒരു തടസ്സമേ ആവില്ല. കേരളത്തിൽ ഏത് ആവശ്യത്തിനാണ്
കേന്ദ്ര സർക്കാർ ഫണ്ട് ഇതുവരെ കൊടുക്കാതിരുന്നിട്ടില്ല. വയനാട്ടിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലായി അവർ പറയണം 100% വ്യാജമാണ്. ഇതേപോലെ ഓരോ കാര്യത്തിലും അതാത് സമയങ്ങളിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. ഇവരിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കിട്ടാനുള്ള പണം മുഴുവൻ പല കാര്യങ്ങൾ പറഞ്ഞ് മേടിച്ചു വെക്കുകയും ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ സ്വന്തം പദ്ധതികളാണെന്നുള്ള പോലെ പേരുകൾ മാറ്റിയിട്ട് പ്രചരിപ്പിക്കുകയും ആളുകൾ ഇതൊന്നും കൃത്യമായിട്ട് പരിശോധിക്കുകയോ പഠിക്കുകയോ ചെയ്യില്ല എന്നുള്ളൊരു അവസരം മുതലെടുത്തിട്ട് വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തും. അപ്പോൾ വയനാട്ടിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ്. നമ്മുടെ നിയമത്തിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ഒരു പ്രൊവിഷൻ ഇല്ല. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് പ്രകാരം ഏതെങ്കിലും ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി നാഷണൽ ഡിസാസ്റ്റർ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാനൊരു പ്രൊവിഷൻ ഇല്ല. 2013 ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് വന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡ്. 6000 പേരാണ് മരിച്ചത്. ഏതാണ്ട് 200ഓളം ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് ഒലിച്ചുപോയി ഉത്തരാഖണ്ഡ് ഫ്ലഡിൽ. ആ ദുരന്തത്തെ നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് നമ്മുടെ കേരളത്തിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു ആഭ്യന്തര സഹമന്ത്രി. അദ്ദേഹം അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കാൻ നിയമത്തിലൊരു പ്രൊവിഷനേ ഇല്ല എന്ന്. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കൊടുത്തിട്ടുള്ള കത്തിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പറയാനൊരു പ്രൊവിഷൻ ഇല്ല. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഒരു പ്രൊവിഷൻ ഇല്ലാതെ അറിഞ്ഞുകൊണ്ട് തന്നെ വ്യാജമായിട്ടൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അത് പറ്റില്ലെന്ന് പറയുമ്പോൾ ഇത് കേരളത്തോടുള്ള എന്തോ വിവേചനമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ പ്രബുദ്ധമായിട്ടുള്ള സംസ്ഥാനമാണ്. സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. പൊതുവെ ജീവിത നിലവാരത്തിലും വിദ്യാഭ്യാസ നിലവാരത്തിലും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് പോലും നമ്മുടെ ഈ ഭരണവർഗം നമ്മളെ വളരെ അവമതിപ്പോട് കൂടിയിട്ടാണ് കാണുന്നത്. നമ്മളെ വളരെ ബുദ്ധിയില്ലാത്ത ഒരു സമൂഹമായിട്ടാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും തരംതാണ രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനുള്ള ശ്രമം ഇവർ നടത്തുന്നത്. ഇതിൽ വസ്തുതകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വെറും വ്യാജ പ്രചരണം എന്നുള്ളത്.